എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് കനിവ് ആംബുലൻസിൻ്റെ ഡ്രൈവറായിട്ടുള്ള അമൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ്. വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം. അതായത് നമ്മുടെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തുള്ള കള്ളന്മാർ ഈ ചാലക്കുടിയിലുണ്ട്. ബുള്ളറ്റ് കാക്കണവർ, കൈനറ്റിക് എടുത്ത് കാക്കണവർ, ആക്റ്റീവ് കാക്കണവർ, ഇങ്ങനത്തെ കള്ളന്മാർ ഈ ഇവിടെ അടിയിൽ വെച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അമലിൻ്റെ ബൈക്ക്, അമലിൻ്റെ സുഹൃത്തും ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ്. ആ ബൈക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ വരും. R15 വാങ്ങിച്ചിട്ട് ഏകദേശം 1 കൊല്ലമായിട്ടുള്ളൂ. അതുമ്പോൾ സ്ക്രാച്ച് വരാണ്ടിരിക്കാനുള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ കൊണ്ടു കിടക്കുന്ന, അധികം നാളാവാത്ത നല്ല വിലപിടിപ്പുള്ള ബൈക്ക്. അത് എൻ്റെ ഈ പിറകിൽ ആ തൂണിൻ്റെ അവിടെയായിരുന്നു ചാരി വെച്ചിരുന്ന ആ വാഹനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ആ ബൈക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഈ ബൈക്ക് കാണുന്നുണ്ടെങ്കിൽ, ഒരു ആംബുലൻസ് ഓടി കിട്ടിയ വരുമാനം കൊണ്ട് ആൾക്കൊരു വലിയ സ്വപ്നമായിരുന്നു ഒരു ബൈക്ക് പോലത്തെ വാങ്ങിക്കുന്നുള്ളൂ. അത് വാങ്ങിച്ച് 1 കൊല്ലം ആയിട്ടില്ല. അപ്പോഴേക്കും ആ സാധനം മോഷ്ടിക്കും ഏതോ പേരും കള്ളന്മാർ. ഇത് ഈ വാഹനത്തിൻ്റെ ഫോട്ടോ കണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചാലക്കുടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ബൈക്കുകൾ മോഷ്ടിച്ച് അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും കള്ളത്തരങ്ങൾക്കോ പരിപാടികൾക്കോ ഉപയോഗിച്ചതിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ബൈക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാലക്കുടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. ഇത് അമല് ബാക്കി കാര്യങ്ങൾ നമുക്ക് അമലിനോട് ചോദിച്ചാൽ. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ ഇവിടെ ചാലക്കുടിയിൽ കനിവ് ആംബുലൻസ് ഓടിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ നൈറ്റ് നമ്മ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് ഫ്ലൈഓവറിന്റെ അടിയിലാണ് പാർക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് അപ്പൊ ഇന്നലെ അതിന്റെ ഇടയിൽ എമർജൻസി ഒരു കേസ് വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മ വണ്ടി കൊണ്ട് ഓട്ടം പോയായിരുന്നു. ഓട്ടം പോയി നമ്മ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ വണ്ടി ഇവിടെ കാണാനില്ല. ഏതായിരുന്നു വണ്ടി? R15. ഏകദേശം എത്ര രൂപ വരും ഇതിന്? ഒരു 2.5 ലക്ഷം രൂപ എടുത്ത്. 2.5 ലക്ഷം രൂപ. ഇത് വന്നിട്ട് CCTV ഒക്കെ എന്തെങ്കിലും പരിശോധിച്ചാ? CCTV പരിശോധിച്ച് കഴിഞ്ഞപ്പോ അതിൽ കിട്ടണില്ല. മുനിസിപ്പാലിറ്റിയിൽ നോക്കിയായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോ അതില് കറക്റ്റ് അവിടെ വേറെ 2 വണ്ടികൾ കിടക്കണതുകൊണ്ട് ക്ലിയർ ആവണില്ല. ഈ സമാനമായിട്ടുള്ള ഇതുപോലത്തെ മോഷണങ്ങൾ നിങ്ങൾ വാഹനം വെച്ച ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ മുൻപ്? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുകൾ വണ്ടി അന്വേഷിച്ച് വരാറുണ്ട്. കാണാനില്ല എന്ന് പറഞ്ഞ വണ്ടി അന്വേഷിച്ച് വരാറുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. CI സാറിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്.